പെരിനാറ്റൽ സൈക്കോസിസ് എന്ന രോഗത്തെക്കുറിച്ച് ലോക പോലീസിന്റെ അജ്ഞതയും മുൻവിധികളും മാറ്റിമറിച്ച് ചരിത്രം തിരുത്തി എഴുതിയ സംഭവമാണ് ആൻഡ്രിയ പിയ യേറ്റ്സ് കേസ്. 39 വയസ്സുള്ളപ്പോൾ 6 മാസം പ്രായമുള്ള കുഞ്ഞടക്കം 5 കുട്ടികളെ ബാത്ത് ടബിൽ മുക്കിക്കൊന്ന സംഭവം. ഇപ്പോൾ 60 വയസ്സുള്ള ആൻഡ്രിയ പിയ യേറ്റ്സ് എവിടെയാണെന്നറിയാം. ഒപ്പം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഈ കേസിൽ നിന്നും നിർബന്ധമായും പഠിക്കേണ്ട പാഠങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം. അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യ പെരിനാറ്റൽ സൈക്കോസിസ് കുറ്റകൃത്യമായിരുന്നു ആൻഡ്രിയ കേസ്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടിലെ കുറ്റകൃത്യം എന്നാണ് ആൻഡ്രിയ എന്ന 37-കാരി തൻ്റെ 5 കുട്ടികളെ ബാത്ത് ടബിൽ മുക്കിക്കൊന്ന സംഭവത്തെ അവർ ഇന്നും അഭിസംബോധന ചെയ്യുന്നത്. 2001 ജൂൺ 20-നായിരുന്നു ടെക്സാസ് സംസ്ഥാനത്തെ ഹൂസ്റ്റണിലെ വസതിയിൽ വെച്ച് ആൻഡ്രിയ തൻ്റെ 5 കുട്ടികളെ കൊലപ്പെടുത്തി ലോക പോലീസിനെ ഞെട്ടിച്ചത്. സ്കീസോഫ്രീനിയ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നിവയ്ക്ക് ചികിത്സയിലായിരുന്നിട്ട് കൂടിയും അതൊന്നും വേണ്ട വിധം പരിശോധിക്കാതെ ആൻഡ്രിയയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ജൂറി അത് ശരിവെക്കുകയും ചെയ്തു. ഇതോടെ കേസ് പൊതുജനങ്ങളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും ഒപ്പം വ്യാപക തെരുവ് പ്രക്ഷോഭങ്ങൾക്കും കാരണമായി. തുടർന്ന് വധശിക്ഷ ഒഴിവാക്കിയെങ്കിലും 2002 മാർച്ചിൽ കൊലക്കുറ്റം ചുമത്തി 40 വർഷത്തേക്ക് ജാമ്യം പോലും നൽകരുതെന്ന വ്യവസ്ഥയോടെ ശിക്ഷിച്ചു ജയിലിലടച്ചു. പ്രതിഷേധം കനത്തതോടെ കൊലക്കുറ്റം ചുമത്തിയ വിധിയും പുനഃപരിശോധിക്കാൻ കോടതിയും ഭരണകൂടവും നിർബന്ധിതരായി. വെറും 1 മാസം കൊണ്ട് പുനരന്വേഷണം പൂർത്തിയാക്കിയപ്പോൾ ആൻഡ്രിയയ്ക്ക് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉണ്ടായിരുന്നുവെന്ന് ഫോറൻസിക് സൈക്കാട്രിസ്റ്റിന്റെ സഹായത്തോടെ സ്ഥിരീകരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയിലെ എഞ്ചിനീയറും സുവിശേഷ ക്രിസ്തുമത വിശ്വാസി കൂടിയുമായ റസൽ എസ്ട്രിയും ഭാര്യ ആൻഡ്രിയ പിയ യേറ്റ്സും ദൈവം നൽകുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ജന്മം നൽകുമെന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത ദമ്പതികളായിരുന്നു. 1999 ജൂണിൽ ആൻഡ്രിയയുടെ 4ാമത്തെ പ്രസവശേഷം വിഷാദരോഗം കാരണം 2 ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടിരുന്നു. ജൂലൈ മാസത്തിൽ നാഡീ തകരാറുകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ച് ഡോക്ടർ ഏലിയൻ സ്ട്രാബ്രാഞ്ച് എന്ന സൈക്യാട്രിസ്റ്റാണ് ആൻഡ്രിയയ്ക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണെന്ന് ആദ്യം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ആൻഡ്രിയയ്ക്ക് ഇനി കുട്ടികൾ ഉണ്ടാകാൻ പാടില്ലെന്നും ഉണ്ടായാൽ ഭാവിയിൽ അത് വലിയ ദോഷം ചെയ്യുമെന്നും ഭർത്താവിന് മുന്നറിയിപ്പ് നൽകി ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. പക്ഷേ 8 മാസം പിന്നിട്ടപ്പോൾ സൈക്യാട്രിസ്റ്റിന്റെ നിർദ്ദേശം പാടെ അവഗണിച്ചുകൊണ്ട് ആൻഡ്രിയ 5ാമതും ഗർഭിണിയായി. ഗർഭത്തോടെ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകളെല്ലാം സ്വയം നിർത്തി. പക്ഷേ ദമ്പതികളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് പ്രസവത്തോടെ മനോനില വീണ്ടും താളം തെറ്റി. മുലപ്പാൽ മാത്രം കൊടുക്കേണ്ട കുഞ്ഞിനെ കട്ടിയാഹാരം കൂടി കൊടുക്കാൻ ശ്രമിച്ചതോടെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2001 ഏപ്രിൽ മുതൽ മുഹമ്മദ് സയ്യിദ് എന്ന സൈക്യാട്രിസ്റ്റിന്റെ രോഗിയായിരുന്ന ആൻഡ്രിയ മരുന്നെല്ലാം നിർത്തിവെച്ച് ബൈബിൾ മാത്രം വായിച്ചുകൊണ്ടേയിരുന്ന ഒരു പകലിൽ തന്റെ കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലാൻ തോന്നിയിരുന്നുവെന്ന് ഡോക്ടറോട് തുറന്നു പറഞ്ഞു. ഇതോടെ ആൻഡ്രിയയെ സദാസമയം കർശന നിരീക്ഷണത്തിലാക്കാനും ഒപ്പം കുട്ടികളെ നന്നായി ശ്രദ്ധിക്കാനും ഭർത്താവിനോട് ചട്ടം കെട്ടിവിട്ടു. ജൂൺ 20 എല്ലാം വിഫലമായി. ടെക്സാസ് ഹൂസ്റ്റൺ പോലീസ് കൺട്രോൾ റൂമിലേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു യുവതിയുടെ ഫോൺ കോൾ വന്നു. അതെ, തനിക്കിപ്പോൾ മറ്റൊന്നും വേണ്ട. അത്യാവശ്യമായി ഒരു പോലീസ് ഓഫീസറെ സേവനത്തിനയക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ആൻഡ്രിയയുടെ കോൾ അവസാനിച്ചത്. ആവശ്യപ്രകാരം സ്ഥലത്തെത്തിയ ഹൂസ്റ്റൺ പോലീസ് ആ ഭയാനക രംഗങ്ങൾ കണ്ട് സ്തബ്ധരായി.
ടെലിവിഷൻ ചാനൽ ക്യാമറകൾ തന്റെ വീട്ടിൽ സ്ഥാപിച്ച് ലോകം മുഴുവൻ സംഭവം തത്സമയം കാണിക്കുന്നതിനാലാണ് പോലീസിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കാൻ ആവശ്യപ്പെട്ടതെന്നും മതിഭ്രമം ബാധിച്ച ആൻഡ്രിയ അപ്പോൾ തന്നെ പോലീസിനോട് പറഞ്ഞു. എന്റെ ഉള്ളിൽ കയറിക്കൂടിയ സാത്താൻ എന്റെ 5 മക്കളെയും വഴിപിഴപ്പിച്ച് നരകാഗ്നിയിൽ തള്ളും. അതുകൊണ്ട് ഭൂമിയിൽ വെച്ച് മക്കളുടെയെല്ലാം ജീവൻ ഞാൻ തന്നെ അപഹരിച്ചാൽ നിഷ്കളങ്കരായ അവരുടെ ആത്മാക്കളോട് ദൈവം കരുണ കാണിക്കുമെന്നും അതുവഴി അവർ സ്വർഗത്തിലേക്ക് പോകുമെന്നും സാത്താൻ വിശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിനാൽ നന്മ വിജയിക്കാൻ എന്റെ കുട്ടികളെയെല്ലാം ഞാൻ കൊന്നുവെന്നും സാത്താനാണ് എല്ലാം നടപ്പിലാക്കിയതെന്നും ആൻഡ്രിയ പോലീസിനോട് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം സൈക്കോസിന്റെ ഭാഗമായ ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന അവസ്ഥയിലായിരുന്നു ആൻഡ്രിയ. എല്ലാം നോർമലായെന്ന് കരുതി ഭർത്താവ് ജോലിക്ക് പോയ സമയത്താണ് 7, 5, 4, 2 വയസ്സുള്ള നോഹ, ജോൺ, പോൾ, ലൂക്ക്, 6 മാസം പ്രായമുള്ള മേരി എന്നീ 5 കുട്ടികളെ ബാത്ടബിൽ മുക്കിക്കൊന്നത്. 6 മാസം പ്രായമുള്ള മേരിയുടെ തല വെള്ളത്തിൽ മുക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കെ അമ്മ കുഞ്ഞുമേരിയെ എന്തു ചെയ്യുകയാണെന്ന് ചോദിച്ചുകൊണ്ടുവന്ന് പേടിച്ചോടിപ്പോയ മൂത്ത മകൻ നോഹയെയും ബലമായി പിടിച്ചുകൊണ്ടുവന്ന് ബാത്ടബിൽ മുക്കി. അപ്പോഴും ജീവന് വേണ്ടി കുതറി തല ഉയർത്താൻ ശ്രമിച്ചുകൊണ്ട് അമ്മേ എനിക്ക് മാപ്പ് തരണം, എന്നെ വെറുതെ വിടണമെന്ന് അപേക്ഷിച്ചുകൊണ്ടേയിരുന്നുവെന്ന ആൻഡ്രിയയുടെ മൊഴി അന്നും ഇന്നും ആർദ്ര ഹൃദയങ്ങളെ കൊളുത്തി വലിക്കും. ഫെബ്രുവരിക്കും കൊലപാതകങ്ങൾ നടന്ന 2001 ജൂൺ 20-നുമിടയിലുള്ള 7 വർഷങ്ങൾക്കുള്ളിൽ മതിയായ ഇടവേളകൾ ഇല്ലാതെയാണ് ആൻഡ്രിയ 5 കുട്ടികൾക്കും ജന്മം നൽകിയത്. പെരിനാറ്റൽ ഡിപ്രഷൻ ഉള്ളതിനാൽ ഇനിയൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പാടില്ല എന്ന ഡോക്ടറുടെ നിർദ്ദേശം പോലും പാടെ അവഗണിച്ച് മുന്നോട്ട് പോയതിന്റെ ഫലം കൂടിയായിരുന്നു ആൻഡ്രിയ കേസ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കേസിൽ മക്നാട്ടൺ റൂൾസ് അഥവാ NGRI ആക്ട് ബാധകമാക്കണമെന്നായിരുന്നു പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യം. 2006 ജൂൺ 26-ന് കേസിന്റെ പുനരന്വേഷണം ആരംഭിച്ചതിന്റെ ഭാഗമായി 8 വനിതകളും 4 പുരുഷന്മാരുമടങ്ങിയ പ്രത്യേക ജൂറിയെ നിയമിച്ചു. പുനർവിചാരണാവേളയിൽ അതിവിദഗ്ധനായ ഫോറൻസിക് സൈക്യാട്രിസ്റ്റ്, മറ്റു സൈക്യാട്രിസ്റ്റുകൾ, ഗൈനക്കോളജിസ്റ്റുകൾ, കുട്ടികളുടെ ഡോക്ടർമാർ ഉൾപ്പെടെ ആൻഡ്രിയയെ കുട്ടിക്കാലം തൊട്ട് ചികിത്സിച്ച പരിചരിച്ച മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെയും വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തി. ഒപ്പം ബൈബിൾ സുവിശേഷ പ്രവർത്തകരുടെയും മൊഴിയെടുത്തു. കൂടാതെ ഭർത്താവായിരുന്ന റസൽ എസ്ട്രയുടെ ദാമ്പത്യ ബന്ധത്തെ സംബന്ധിച്ചുള്ള പരമ്പരാഗത വിശ്വാസങ്ങളെക്കുറിച്ചും ചോദിക്കാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജോ ആൻഡ്വി കൂടുതൽ സമയം ചെലവഴിച്ചതും കേസിൽ നിർണായക വഴിത്തിരിവായി. മാസം കൊണ്ട് പുനർവിചാരണ പൂർത്തിയാക്കിയ കേസിൽ 2006 ജൂലൈ 26-ന് അമേരിക്കയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച വിധി വന്നു. ആൻഡ്രിയ കൊലപാതകങ്ങൾ നടത്തിയത് തീർച്ചയായും ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, പ്രസവാനന്തര വിഷാദം എന്നിവയുടെ ഫലമായാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ സ്ഥിരീകരിച്ചു. സ്വയം നിയന്ത്രിക്കാനാകാത്ത വിധം ബുദ്ധിസ്ഥിരതയില്ലായ്മ നേരിട്ടതിനാൽ ഇത്തരം പ്രവൃത്തികൾ മാനസിക രോഗത്തിന്റെ പരിധിയിൽ പെടുമെന്നും പ്രഖ്യാപിച്ച് കൊലക്കുറ്റം റദ്ദാക്കി. പകരം 40 വർഷത്തിന് ശേഷം ജാമ്യം കിട്ടാവുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള സഞ്ചാര സ്വാതന്ത്ര്യമുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അയച്ച് ചികിത്സ ഉറപ്പുവരുത്തി. ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.